മലപ്പുറം നഗരസഭ ബസ് സ്റ്റാൻഡിൽ തിങ്കളാഴ്ച മുതൽ ബസ്സുകൾ കയറിയില്ലെങ്കിൽ അടുത്ത ദിവസം മുതൽ പ്രത്യക്ഷ സമരവുമായി രംഗത്തിറങ്ങാൻ കൗൺസിൽ യോഗം ഐക്യകണ്ഠേന തീരുമാനിച്ചു. നഗരസഭാ അധികൃതരുമായി ബസ് ഉടമകൾ നടത്തിയ ചർച്ചയിൽ ബസ്സുകൾ തിങ്കളാഴ്ച മുതൽ സ്റ്റാൻഡിൽ കയറാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇതിന് വിരുദ്ധമായി കഴിഞ്ഞ ദിവസം ബസ് തൊഴിലാളികൾ വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. എന്നാൽ ഇതുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ട്രേഡ് യൂണിയൻ നേതാക്കൾ അറിയിച്ചതായും അംഗങ്ങൾ യോഗത്തിൽ അറിയിച്ചു. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി അപേക്ഷയിൽ കാലതാമസം വരുത്തിയെന്നാരോപിച്ച് പ്രതിപക്ഷം രംഗത്തെത്തിയതോടെ കൗൺസിൽ യോഗം ബഹളമായി തീരുകയും ചെയ്തു. ഉദ്യോഗസ്ഥ തലത്തിൽ വന്ന വീഴ്ചയാണെന്നും സോഫ്റ്റ്വെയറിൽ വന്ന പ്രശ്നമാണ് ഇതിന് കാരണമെന്നും ഭരണപക്ഷവും വ്യക്തമാക്കി. 2026-27 വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട അന്തിമ പദ്ധതി രേഖ ഭേദഗതികളോടെ അംഗീകരിക്കുകയും ചെയ്തു. യോഗത്തിൽ ചെയർപേഴ്സൺ വീറിൻ ഷാ അധ്യക്ഷയായിരുന്നു. വൈസ് ചെയർമാൻ ജിതേഷ്, സ്ഥിരസമിതി അംഗങ്ങളായ മറിയുമ ഷെരീഫ്, ഹാരിസ് ആമിയൻ, പരി അബ്ദുൽ മജീദ്, നാണത്ത് സമീറ, ആബിദ എട്ടുവീട്ടിൽ, കൗൺസിലർമാരായ MK അനിൽകുമാർ, KK ഉമ്മർ, റഹിയ നൌഷാദ്, ഗീത മോഹൻ, നജ്മ സബീർ എന്നിവരും സംസാരിച്ചു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി.